തീർച്ചയായും കഴിഞ്ഞ തവണ പൊങ്കാലയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതിലേറെ ജനങ്ങൾ ഇത്തവണ ഏതായാലും ആറ്റിക്കൽ പരിസരത്ത് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ്. നേരത്തെ നമ്മുടെ പ്രതിനിധികളൊക്കെ ഓരോ ഭാഗത്തു നിന്നും പറഞ്ഞു. ഈ തലസ്ഥാന നഗരത്തിൽ നോക്കത്താ ദൂരത്തോളം പൊങ്കാല അടുപ്പുമിട്ട് ഈ പൊങ്കാല നിവേദ്യം ദേവിക്ക് പൊങ്കാല സമർപ്പണത്തിനായി കാത്തിരിക്കുന്ന ഓരോ ഭക്തരും പ്രതീക്ഷയോടെ നിൽക്കുന്നത് ഈ 10:30 പണ്ടാര അടുപ്പിൽ തീ പകരുന്നതും കാത്താണ്. ഏതായാലും പണ്ടാര അടുപ്പിന് തൊട്ടു മുന്നിലാണ് നമ്മളുള്ളത്. ഈ കാണുന്ന പണ്ടാര അടുപ്പിൽ 10:30 കൂടിയാണ് ഈ അടുപ്പ് തെളിയിക്കുന്നത്. 10 മണിക്ക് ശുദ്ധ പുണ്യാഹത്തോടെയാണ് ചടങ്ങ് ആരംഭിക്കുക. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ തോറ്റംപാട്ട് നടക്കും. ഈ തോറ്റംപാട്ടിൽ പ്രധാനമായും ഇവരുടെ വിശ്വാസപ്രകാരം ഭക്തർ വിശ്വസിക്കുന്നത് പ്രകാരം ദേവി കണ്ണകി മധുരാപുരി ചുട്ടരിച്ചതിന് ശേഷം പാണ്ഡ്യരാജാവിനെ വധിച്ചതിന് ശേഷം വരുന്ന കണ്ണകിയെ സമാധാനിപ്പിക്കാൻ അല്ലെങ്കിൽ കണ്ണകിയുടെ ദേഷ്യം കുറയ്ക്കാനായി ഭക്തജനങ്ങൾ പൊങ്കാലയിട്ട് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഐതിഹ്യപ്രകാരം കണ്ണകി ചരിതത്തിലെ പാണ്ഡ്യരാജാവിൻ്റെ വധം വിവരിച്ചുകൊണ്ട് തോറ്റംപാട്ട് നടക്കും. ഈ പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ആ സമയം അത് തോറ്റംപാട്ട് നിർത്തുന്ന ആ ഭാഗം പാടിക്കഴിയുമ്പോഴാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത്. പിന്നാലെ മറ്റ് പൊങ്കാല അടുപ്പുകളിലേക്ക് കൂടി തീ പകരുമെന്നുള്ളതാണ്. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് കുഴിക്കോട്ട് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടാണ് ഈ ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തിക്ക് നൽകുന്നത്. തുടർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലാണ് തീ കത്തിക്കുന്നത്. ശേഷം അതേ ദീപം തന്നെ സഹ മേൽശാന്തിമാർക്ക് കൈമാറുന്നു. പിന്നെ വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശം തയ്യാറാക്കി പണ്ടാര അടുപ്പിലുമൊക്കെ തീ പകരുന്നു. അതിനുശേഷമാണ് ഈ പണ്ടാര അടുപ്പിൽ നിന്നുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിൽ ഭക്തർ ഒരുക്കുന്ന, ക്ഷേത്രത്തിന് പുറത്തും തലസ്ഥാന നഗരിയിലെ ഓരോ ഭാഗത്തും ഭക്തർ ഒരുക്കിയിരിക്കുന്ന പൊങ്കാല അടുപ്പുകളെ ജ്വലിപ്പിക്കുന്നത്. ആ കാത്തിരിപ്പിലാണ് ഭക്തരുള്ളത്. ഇനി തിരക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പൊങ്കാല ഇടാനായി പല ഭാഗങ്ങളിൽ നിന്നും എത്തിയവർ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ദർശനം നടത്തിയതിനു ശേഷം പലയിടങ്ങളിൽ നേരത്തെ ബുക്ക് ചെയ്ത ഇടങ്ങളിലൊക്കെ തന്നെയും അവർക്ക് പോകേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക്. രാവിലെ ഈ നട തുറക്കുന്ന സമയത്തിന് എത്രയോ മണിക്കൂറുകൾ മുമ്പേ തന്നെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് ക്യൂ തുടങ്ങിയിരുന്നു എന്നതാണ്. നീണ്ടൊരു നിര തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ തിരക്കുകൾ ഒരുപക്ഷെ നമ്മൾ രാവിലെ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്ത് ക്യൂ നിൽക്കുകയായിരുന്നു. ആ ക്യൂ ഇനിയും ഈ ക്ഷേത്രമുറ്റത്തെ നിരയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. കാരണം അത്രയേറെ തിരക്ക് ഇന്ന് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തുണ്ട്. ഇവർക്ക് ഇതിനുശേഷം ഈ ദർശനത്തിന് ശേഷം വേണം ഇവിടെ എത്തുന്ന ഓരോ സ്ത്രീ ഭക്തർക്കും പുറത്ത് പൊങ്കാല ഇടാനായി പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഭക്തരെ പെട്ടെന്ന് തന്നെ ദർശനത്തിനായി അയക്കുന്ന ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല ചൂടാണ്. നിലവിലിപ്പോൾ ചൂട്ടിൽ ഈ വെയിൽ ചൂടിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ളൊരു ചൂട് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും നടത്തുന്നുണ്ട്. ഏതായാലും ക്ഷേത്ര പരിസരവും ക്ഷേത്രവും ഭക്തജനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്ന സമയത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ പണ്ടാര അടുപ്പ് കൂട്ടുന്ന കാര്യങ്ങളിലേക്ക് കടക്കും. പിന്നാലെ തോറ്റംപാട്ടിലേക്ക് കടക്കും. അത്തരത്തിലാണ് നിലവിലെ ക്രമീകരണങ്ങൾ. അതിനുശേഷമാണ് ഈ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടക്കാൻ പോകുന്നത്. ഇനിയൊരു മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുള്ള കാത്തിരിപ്പുകളാണ്. ഏതായാലും വലിയ തോതിലുള്ളൊരു തിരക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. വലിയൊരു തിരക്കാണ്. പല ഭാഗങ്ങളിൽ നിന്നും, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന് പുറത്തു നിന്ന്, വിദേശത്ത് നിന്ന് അടക്കമുള്ളവർ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമായി ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും വന്നവരായിരുന്നു. നേരത്തെ ഈ പലരും ഈ തമ്പാനൂരും കിഴക്കേക്കോട്ടയിലും ഒക്കെ ഇടം പിടിച്ചു എന്ന് പറഞ്ഞതുപോലെ അവർ നേരത്തെ തന്നെ പലരും ഈ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അടുപ്പ് കൂട്ടാനുള്ള ഇടം ലഭിക്കുമോ എന്ന് കാണാനായി, അതായത് അത്തരത്തിൽ ഇടം പിടിക്കാനായി എത്തിയവരായിരുന്നു. പക്ഷേ അങ്ങനെ ഇടം ലഭിക്കാത്തവരുണ്ട്. ഈ ക്ഷേത്രത്തിനടുത്ത് തന്നെ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ ഇടം ലഭിച്ചവരുണ്ട്. അവരൊക്കെ തന്നെയും ആ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ വലിയ തോതിലുള്ളൊരു തിരക്ക് നിലവിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് കാരണം ഈ ക്യൂവിൽ നിന്നവരൊക്കെ തന്നെ നീണ്ട നിര മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ ക്ഷേത്രമുറ്റത്തേക്ക് ഇപ്പോൾ ഈ നടപ്പന്തലിലെ ക്യൂവിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെ ദർശനം അതുകൊണ്ട് തന്നെ ഇന്നലെയൊക്കെ തന്നെയും ദർശന സമയം നീട്ടിയിരുന്നു. കാരണം നട അടയ്ക്കലൊക്കെ തന്നെയും 1 മണിക്ക് അടയ്ക്കേണ്ടത് 3 മണിക്ക് അടയ്ക്കുന്നു, പുലർച്ചെ 2 മണിക്ക് അടയ്ക്കേണ്ടത് 3-4 മണിയോടെ ആവുന്നു. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയും നടക്കുകയും ചെയ്തിരുന്നു. ഏതായാലും തിരക്ക് ഇനിയും ഏറുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഇത്തരത്തിൽ
ഈ വലിയ തോതിൽ കഴിഞ്ഞ തവണത്തേത് എങ്ങനെയാണോ അതിലപ്പുറം അതിൻ്റെ ഇരട്ടിയോളം ഭക്തജനങ്ങൾ ഇത്തവണ പൊങ്കാലയിടുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ഏതായാലും നിലവിൽ സജ്ജമാണെന്നാണ് മനസ്സിലാക്കുന്നത്.